നേതാക്കന്മാരുടെ മക്കളാണ് ഇങ്ങനെ ഒരു ബിജെപിയിലേക്ക് പിന്മാറുന്നത്. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും കോൺഗ്രസിന് അതിനുള്ളിൽ നടക്കുന്നത്? അതിൻ്റെ എന്തെങ്കിലും വിഷയങ്ങൾ ഇതൊന്നും പോയാൽ ഞാൻ പറയാം. പാർട്ടി ഇവർ രണ്ട് നേതാക്കന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അനുഭവിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ദുഷ്ടബുദ്ധി ഉണ്ടാവും. ഞാൻ കുറേ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിട്ട് ഈ രാജ്യം നശിപ്പിക്കുന്ന ഒരു ശക്തിയുടെ കൂടെ ചേരാൻ പോകുന്നത്. പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്കറിയാം. അതിനെയൊക്കെ ഞങ്ങൾ നേരിടും. ഈ പത്മജയെ പോലെ മുതിർന്ന നേതാക്കളെ പോലും പിടിച്ചു വെക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. അത് നേതൃത്വത്തിന് കഴിയാഞ്ഞിട്ടല്ല, അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത, ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതാവുന്ന തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാരി ചതി. ഇതിനെ ചതി എന്നല്ലാണ്ട് എന്താ പറയുക? എനിക്ക് അതിൽ അറിഞ്ഞൂടാ. ഒരു ഇടി എൻ്റെ അടുത്ത് വരാറില്ല. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഏതാ ഈ പൈസ ഇറക്കിയാണ് കോൺഗ്രസ് നേതാക്കളെ എടുക്കുന്നത്, ചൂടുമാറ്റം ഉണ്ടാകുന്നതെന്നുള്ളതാണ് പൊതുവിൽ ദേശീയ തലത്തിൽ പറയുന്നത്. അത് പത്മജിയുടെ കാര്യത്തിൽ വർക്കൗട്ട് ചെയ്തു. ഞാൻ പറയട്ടെ, ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ബില്ല് പക്ഷെ തെളിവില്ലാണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇടിയും കേടിയും ഒന്നും ഞങ്ങളുടെ അടുത്തൊന്നും വരില്ല. അത് കണ്ട് ഞങ്ങളെ പേടിപ്പിക്കും വേണ്ട. നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചിട്ട് ഒരു ഇടി എൻ്റെ അടുത്ത് വന്നില്ലല്ലോ. ഇനി വീഡിയോ വന്നായിട്ട് പേടിക്കാനും പോകുന്നില്ല. അതിനൊക്കെ നിയമത്തിൻ്റെ ഒഴുക്കി വെച്ച് ഞങ്ങൾ കണ്ടോളാം. വടകരയിലെ വോട്ടർമാരെ അവർക്ക് എന്നെ അറിയാം. ഒരു കാരണവശാലും വർഗീയതയായിട്ട് കോംപ്രമൈസ് ചെയ്യാത്ത ആളാണെന്ന് എന്നെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപ്പൊന്നും അവിടെ വേവില്ല. അത് വേവുന്ന ചില വിചാരിച്ചിട്ടാണ് ചിലരൊക്കെ അവിടെ കൊണ്ടുപോയതിന് പിന്നെ നിയമത്തിൻ്റെ പ്രതികാരം തീർക്കും എന്നുള്ള വാശിയുടെ പല രൂപത്തിലൊന്നായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അങ്ങനെ യാതൊരു കാര്യം പാർട്ടി പറഞ്ഞാൽ ഞാൻ ശക്തമായിട്ട് പോരാടും. എൻ്റെ പാർട്ടിയുടെ നയങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടും ശക്തമായിട്ട് തന്നെ. ഭാരതരത്നത്തിന് ഒരു വിലയില്ലാണ്ടായി. അതിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തി പറയാൻ ഈ അടുത്ത കാലത്ത് കൊടുത്ത ഭാരതരത്നം മുഴുവൻ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന മറ്റേ ഒരേർപ്പാടായിട്ട് മാറി. അല്ലാതെ പഴയ കാലത്തെ ഭാരതരത്നത്തിൻ്റെ വിലയൊന്നും ഇപ്പോഴില്ല. ഇപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക.